ഹലോ, നമുക്ക് കൂന്തൽ നിറച്ചത് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കിയാലോ. ആദ്യം ഇതാ കൂന്തൽ ഇവിടെ കായം തേച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാ മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ കായം തേക്കുന്നത് പോലെ കായം തേച്ചാൽ മതി. ഇതിലേക്കുള്ള മസാല വാട്ടിയെടുക്കുക. ആദ്യം വെളിച്ചെണ്ണ, വലിയുള്ളി, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉള്ളി ഒന്ന് വാടിയതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, പച്ചമുളക്, കരിവേപ്പില, ചപ്പ്, കുറച്ച് തക്കാളി, നല്ലോണം വാടിയതിനു ശേഷം ഇത് കൂന്തലിന്റെ തലയും വാലും ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാട്ടോ. അത് ചേർത്ത് കൊടുക്കുക. അതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ജീരകപ്പൊടി, ഗരം മസാല, കൂന്തൽ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് വേവിക്കുക. ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. കൂന്തൽ നിറച്ചതിലേക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാകുമ്പോൾ ഉണ്ടാക്കി വെച്ച കൂട്ടി കായം വെച്ച കൂന്തലിൽ നിറച്ചു കൊടുക്കുക. എന്താ ഉണ്ടാക്കണേ? ഇതാ ഈ കൂന്തൽ നിറച്ചതിന് ശേഷം ഇതിന്റെ അറ്റകനെ ഈളോ അല്ലെങ്കിൽ ടോപ്പിക്കോ എന്തെങ്കിലും കുത്തി വെക്കുക. അപ്പോൾ ഇത് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് പൊരിച്ചു കൊടുക്കുക. അപ്പൊ ഞങ്ങൾ ആക്കിയ പോലെ ആരും നിറച്ചാക്കരുത്, വളരെ കുറച്ച് മാത്രം ആക്കുക. നിറച്ചാക്കിയിട്ട് ഇതെല്ലാം പൊട്ടിയിട്ടുണ്ട്. കുറച്ച് ദൂരൊക്കെ നിൽക്കട്ടോ, കാരണം ഇത് ഇടുമ്പോ ചിലതൊക്കെ ഇങ്ങനെ മേലൊക്കെ പൊട്ടി തെറിക്കണ പോലെ ഉണ്ട്. അപ്പൊ ഇവിടെ പാത്രം കാലിയായിട്ടുണ്ട്. കാണാൻ വലിയ ലുക്കിലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ. അവിടെ ഒരൊറ്റ ഒന്നും പോലും ബാക്കിയില്ല. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം. അമ്പി കഴിച്ചോ? കൂന്തൽ നിറച്ചത് കഴിച്ചോ? രസമുണ്ടോ?